സ്റ്റമ്പും ബോളുവാ. എടി ഈ ക്രിക്കറ്റ് കളി എന്ന് പറയുന്ന കളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളിയാ. അത് മാത്രമല്ല ക്രിക്കറ്റ് കളിക്കുന്ന ഞങ്ങളെയും എല്ലാവർക്കും ഇഷ്ടമാ. അത് കളിക്കാരല്ലേ. എന്റെ കളിക്ക് എന്താടി കുഴപ്പം? എടി നീ നോക്കിക്കോ, ചത്തില്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകും. അപ്പൊ നിങ്ങളുടെ മരണം ഉറപ്പാണേ. ഓ ദൈവമേ, ആ വാസന്തി എത്ര ഭാഗ്യമുള്ളവളാ. എന്താ അവൾക്ക് ഇത്ര ചെറുപ്പത്തിലെ വിധവാ പെൻഷൻ വാങ്ങിക്കാൻ കഴിഞ്ഞില്ലേ? മര്യാദക്ക് നീ എന്റെ കൂടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ വിധവാ പെൻഷൻ മേടിപ്പിക്കും. നോക്കിക്കോ. എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ദൈവമേ കല്യാണത്തിന് മുമ്പേ. എന്തൊക്കെ വാഗ്ദാനാണ്? സിനിമ സ്റ്റൈലിൽ ജീവിപ്പിക്കാന്ന് പറഞ്ഞല്ലടോ താൻ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്. തന്റെ വീട്ടിലെന്നും പട്ടിണി പരിവട്ടോ അല്ലേ? എടി പട്ടിണി പരിവട്ടോ സ്റ്റൈലിൽ എത്ര സിനിമ ഉണ്ടടി. ഞാൻ സിനിമ സ്റ്റൈലിൽ ജീവിപ്പിക്കാം എന്നല്ലേ പറഞ്ഞുള്ളൂ. നീ വന്നേ, ഒരു ബോൾ എറിഞ്ഞു തരുവാ. ഒരു കരിങ്കല് കിട്ടിയിരുന്നെങ്കിൽ തലമണിക്കെറിഞ്ഞ് പൊട്ടിച്ചെന്നെ ഞാൻ അങ്ങോട്ട്. എടി നീ ഇങ്ങനെ ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ എന്തോ ഓർക്കും. ഒരു ബോൾ നീ എനിക്ക് എറിഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്റെ ശാന്തി നിനക്ക് ഞാൻ ഒരു പട്ടുസാരി മേടിച്ചു തരും. ഓ നിങ്ങൾ ഇതുപോലെ എന്തെല്ലാം പറഞ്ഞേക്കുന്നു. ചുമ്മാ ഒന്ന് സത്യമായിട്ട് നീ ഇത് കേക്ക്. എടി സത്യമായിട്ട് നീ എനിക്ക് ഓരോ ഓവർ 12 വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ പട്ടുസാരി മേടിച്ച് തന്നിരിക്കും. സത്യമായിട്ടും? സത്യം. പക്ഷെ ഒരു ഓവർ ബോളൊക്കെ ഞാൻ എറിഞ്ഞുതരാം. എവിടെയാ നമ്മൾ കളിക്കണേ? പറഞ്ഞ പോലെ നമ്മൾ എവിടെ നിന്നാണ് കളിക്കണം? എടി നമുക്ക് ഇതാ വിജനമായ സ്ഥലത്ത് പോയി കളിച്ചാലാ. ആ ഗ്രൗണ്ട് ഇല്ലേ അവിടെ? വാ വാ വാ. ദൈവമേ, ഒരു ഓവറെങ്കിലും എറിഞ്ഞു തരണേ. എറി എറി. അടിപൊളി അടിപൊളി. എടി ഓടിപ്പോയി തന്നെ പാടി പോടി നിന്നെ ഞാൻ. അയ്യോ വല്ല വൈരാഗ്യന്റെ വീട്ടിൽ ചെന്ന് ഇറക്കണം. ഒറ്റ ചവിട്ടിയാമ്പോ ശരി ഞാൻ. എടി ബോളറിയടി. എറി എറി. അയ്യോ എന്റെ കാലല്ലടി സ്റ്റമ്പ്. ഓ എറി. തുപ്പി നാറ്റിക്കല്ലേ. അയ്യോ അയ്യോ ഭഗവാനെ, ബാറ്റൊടിഞ്ഞു പോയില്ല. എന്നാലും കുഴപ്പമില്ല, കളിക്കാം. നീ ബോൾ എറിഞ്ഞോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നോട് സ്റ്റമ്പേറ്റ് എറിയാൻ ഏട്ടാ. ഔട്ടൊന്നുമല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതൊന്നും ഔട്ടല്ല. സ്റ്റമ്പേറ്റ് എറിഞ്ഞാൽ മതി. അന്നേരം ഔട്ടൊന്നും. നീ എറിഞ്ഞേ. അയ്യടി എന്തിനാടി? ഇത് ഉറപ്പായിട്ട് ഞാൻ 6 അടിക്കും. ഐ 4 4 4 4 പാടി. അയ്യോ ബോള് ആ വീടിന്റെ ഉള്ളിലേക്ക് പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു ബോൾ കൂടെ എറിഞ്ഞാലേ ഒരു ഓവർ ചെയ്യുള്ളൂ. എന്നാലും നിനക്ക് ഞാൻ പട്ടുസാരി മേടിച്ചു തരുള്ളൂ. വാ നമുക്ക് ആ വീട്ടിൽ പോയി ബോൾ ചോദിക്കാം. എന്റെ ദൈവമേ, കിട്ടിയാ മതിയായിരുന്നു. ആരും ഇല്ലേ ഇവിടെ? വാ ചേട്ടാ. ചേട്ടോ നമസ്കാരം. അതെ, ഞങ്ങള് ഭാര്യയും ഭർത്താവുമായിരുന്നു. ഞങ്ങൾ അവിടെ വന്നൊരു ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോഴേ ഞാൻ അപാര 6 അടിച്ച്. 6 അടിച്ചപ്പോ ആ ബോളി വാതിൽ വഴി അകത്തേക്ക് പോയി. അപ്പൊ ഒന്നും തോന്നരുത്, ആ ബോളൊന്നും എടുത്തു തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. വളരെ നന്ദിയുണ്ട്. നന്ദി ഞാൻ ആദ്യം പറയേണ്ടത് നിങ്ങളോട് രണ്ടുപേരോടുമാണ്. അതെ, പുള്ളിക്കാരന്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. നിങ്ങളുടെ ബോൾ കൊണ്ടപ്പോഴാ വെളിവ് വീണത്. സഹോദരി പറയുന്നത് ഞാൻ കേട്ടു. എന്റെ തലയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. ഞാനൊരു ഗന്ധർവൻ. ഏത് ഗാനഗന്ധർവനാ? ഗാനഗന്ധർവനല്ല, സാക്ഷാൽ ഗന്ധർവൻ. സാക്ഷാൽ ഗന്ധർവനാണ്. ഗന്ധർവൻ 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുർമന്ത്രവാദി എന്നെ ആവാഹിച്ചൊരു കുപ്പിക്കുള്ളിലാക്കി ഈ വീടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളടിച്ച ബോൾ വന്നുകൊണ്ട് കുപ്പി പൊട്ടി എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുകയാണ്. ഞാനിന്ന് നിങ്ങളുടെ ദാസനാണ്. എനിക്കൊരു ചെറിയ ഉപകാരം നിങ്ങൾ ഇങ്ങോട്ട് തന്നാൽ പ്രത്യുപകാരമായി ഞാൻ നിങ്ങൾക്ക് 3 വരങ്ങൾ തന്നിരിക്കും. 3 വരം നൽകുന്ന? തന്നിരിക്കും. എന്തു വരം? എന്തു വരാണെന്ന് പറ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുയർച്ചയ്ക്ക് വേണ്ടിയുള്ള എന്തു വരം നിങ്ങൾ ചോദിച്ചോളൂ. 3 വരം, 3 വരമേ ഞാൻ തരുള്ളൂ. പ്രത്യുപകാരമായി ഒരു ചെറിയ വരം നിങ്ങൾ എനിക്കും ഇങ്ങോട്ട് തരണം. അപ്പൊ ഞങ്ങൾ എന്ത് ചോദിച്ചാലും 3 വരം ഞങ്ങൾക്ക് തരൂല. ഞങ്ങൾ ചെറിയൊരു ഉപകാരം ചെയ്താ പോരെ? ഗന്ധർവ ഒരു മിനിറ്റ് ഇപ്പൊ വരാട്ടാ. ചെറിയൊരു പരിപാടിയുണ്ട്. എടി ശാന്തേ, അങ്ങേര് 3 വരം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ നമ്മൾ എന്തൊക്കെ വരം ചോദിക്കും? നമുക്കൊരു കാര്യം ചെയ്താലാ, ഒരു 100 ബാറ്റും 100 ബോളും 100 സ്റ്റമ്പും ചോദിച്ചാലാ? ഈ മനുഷ്യൻ. അതെ, അതൊന്നും വേണം. 1000 പട്ടുസാരി. പിന്നെ 1000 പട്ടുസാരി ഒറ്റ കീറിയാൻ വച്ചരും. എടി നമുക്ക് താമസിക്കാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാ. നമുക്കൊരു വീട് ചോദിക്കാം.
വീടെന്ന് പറഞ്ഞ വീടെന്ന് പറഞ്ഞ സാധാരണ വീടൊന്നും സാധാരണ വീട് പോരാ. ആ നമുക്കൊരു 3 നില വീട് ചോദിക്കാം. 3 നില വീടാ? ആ. ശരി, നമുക്ക് 3 നില വീട് ചോദിക്കാം. പിന്നെന്ത് ചോദിക്കും? പക്ഷെ വീടിനകത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? വേണം. ഒരു ടിവി, ഒരു ഫ്രിഡ്ജ്, ഒരു വാഷിംഗ് മെഷീൻ, ഒരു AC, ഫർണിച്ചർ ചോദിക്കുന്നേ. ഓ, ഒട്ടും ആക്രാന്തമില്ലാത്ത മോള്. ഓക്കെ, നമുക്ക് ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ചോദിക്കാം. രണ്ടാമത്തെ വരെ ഓക്കെ. പക്ഷെ മൂന്നാമത്തെ വരെ എന്ത് ചോദിക്കും? നമുക്ക് ആ, ജീവിക്കണ്ടേ? ജീവിക്കണം. അതിന് പണം വേണ്ടേ? അപ്പൊ നമുക്ക് പണം ചോദിക്കാം. ആ. ഇട്ടുമുടാനുള്ള സ്വത്ത് ചോദിക്കാം. അപ്പൊ നമുക്ക് 3 നില വീട്, ടിവി, ഫ്രിഡ്ജ്, ഫർണിച്ചർ രണ്ടാമത്തെ വരം. മൂന്നാമത്തെ വരം ഇട്ടുമൂടാനുള്ള സ്വത്ത്. ഓക്കെ, നീ എന്റെ കൂടെ വാ, ഞാൻ ചോദിക്കാം. അതെ, തീരുമാനിച്ചോ ഗന്ധർവ? ഞങ്ങള് 3 വരമൊക്കെ എന്തൊക്കെ ചോദിക്കണമെന്ന് പ്ലാൻ ചെയ്യായിരുന്നേ. ധൈര്യമായിട്ട് ചോദിച്ചോളൂ. സത്യം പറയാല, ഞങ്ങൾ വളരെ പാവപ്പെട്ട ആൾക്കാരാ. ഞങ്ങൾക്ക് ഒരു 3 നില വീട് വേണം, അല്ലേ? എന്താണ് ചിരിക്കണത്? വരം തരൂലേ? നിങ്ങൾ നിങ്ങളുടെ പഴയ വീട്ടിലേക്ക് ചെന്നു നോക്കൂ. നിങ്ങളുടെ പഴയ വീടിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് 3 നില ബംഗ്ലാവായി മാറിക്കഴിഞ്ഞു. ഞങ്ങളുടെ പഴയ വീട് നിൽക്കുന്ന സ്ഥലത്ത് 3 നില ബംഗ്ലാവ് ഉണ്ടായിരിക്കുവാ. അടിപൊളി. പിന്നെ രണ്ടാമത്തെ വരം ചോദിക്കടി. അതെ, ആ 3 നില വീട്ടില് ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC എനിക്കെല്ലാം വേണം. ധൈര്യമായിട്ട് ആ 3 നില ബംഗ്ലാവിന്റെ വാതിൽ തുറന്നു നോക്കൂ. സഹോദരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ വീടിനുള്ളിൽ ഉണ്ടായിരിക്കും. അടിപൊളി, നമ്മൾ അടിച്ചു പൊളിക്കും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഭാഗ്യമുള്ള ആൾക്കാരാണ്. ഇനി ഒരേ ഒരു വരമേ ബാക്കിയുള്ളൂ. ധൈര്യമായിട്ട് ചോദിക്കാം. ഇനി ഒരു വരം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഞങ്ങൾക്ക് ആയുഷ്കാലം ജീവിക്കാനുള്ള സമ്പത്ത് ആ വീട്ടിൽ വേണം. ധൈര്യമായിട്ട് നിങ്ങളുടെ വീട് നിറയെ നിങ്ങളുടെ ആയുഷ്കാലം ജീവിക്കാനുള്ള സമ്പത്ത് ആ വീടിനുള്ളിൽ ഉണ്ടായിരിക്കും. അതെ, എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. വളരെ ഉപകാരമുണ്ട്. പോവാ, ഞങ്ങൾ പോകട്ടെ. വളരെ ഉപകാരമുണ്ട് കേട്ടാ. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. എന്തേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഈ 3 വരം ഞാൻ തന്നു കഴിഞ്ഞാൽ പ്രത്യുപകാരമായി എനിക്കൊരു വരം തരണമെന്ന്. ഒരു ചെറിയൊരു ഉപകാരം ചെയ്യണമെന്ന്. എന്താണ് സംഭവം? നിങ്ങളുടെ ഭാര്യ എന്റെ കൂടെ ഒരു 2 മണിക്കൂർ ചെലവഴിക്കണം. എങ്ങനെ? നിങ്ങളുടെ ഭാര്യ എന്റെ കൂടെ ഒരു 2 മണിക്കൂർ ചെലവഴിക്കണം. അത് നടക്കൂല. എടാ, ഗന്ധർവനാണ് ആനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി തോന്നിവാസം പറയുന്നത് കേട്ടാ. എന്താണ്? പിന്നെ എന്റെ ഭാര്യ തന്റെ കൂടെ പൊറപ്പിക്കാനാ 10-20 വർഷമായിട്ട് ഞാൻ അവളെ കെട്ടിക്കൊണ്ട് പൊന്നുപോലെ നടക്കണത്. ആവശ്യമില്ലാത്ത വർത്തനം പറയുന്നു. അങ്ങനെ സംസാരിക്കൂ. രണ്ടുപേരും ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോളൂ. പക്ഷെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 3 നില ബംഗ്ലാവോ ഫർണിച്ചറോ സ്വത്തുക്കളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. പകരം നിങ്ങളുടെ പഴയ വീട് തന്നെയായിരിക്കും. ധൈര്യമായിട്ട് പൊക്കോളൂ. അല്ല, അത് അപ്പൊ അവിടെ 3 നില വീടൊന്നും ഉണ്ടാവൂലേ? ഇല്ല. ഒരു മിനിറ്റ്, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വരാം. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ആലോചിക്കാം. എടി, നിനക്ക് അങ്ങേര് പറഞ്ഞ മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. എടി, നീ 2 മണിക്കൂർ അങ്ങേരുടെ കൂടെ കഴിയണമെന്ന്. അതായത് അങ്ങേര് 100 വർഷം കുപ്പിക്കാത്ത കിടന്ന മനുഷ്യനല്ലേ. വിശന്ന് ആക്രാന്തം കൊണ്ട് പറയണായിരിക്കുള്ളൂ. നീ അകത്തിയെന്ന് ഒരു ചായ ഒരു പരിപ്പുടയോ ഉണ്ടായി കൊടുത്ത സംഭവം തീർന്ന്. എടി, 2 മണിക്കൂർ കഴിയുമ്പോ നമുക്ക് കിട്ടാൻ പോടെ എന്താണെന്നറിയാവാ? 3 നില വീട്, ഇട്ടുമുടാനുള്ള സ്വത്ത്, വീട് നിറയെ ഫർണിച്ചർ. അത് കളയണ വേണ്ടല്ല? ഓക്കെ അല്ലേ? 2 മണിക്കൂർ സമ്മതിച്ചാ മതി. എന്ത് തീരുമാനിച്ചു? അതെ ഗന്ധർവ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ. പക്ഷെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ കാര്യങ്ങളൊക്കെ അതുപോലെ ഉണ്ടായിരിക്കണം. ഗന്ധർവന്മാർ ഒരിക്കലും കള്ളം പറയാറില്ല. എന്നാ പിന്നെ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. വരൂ സഹോദരി, ചെല്ലു മോളെ. വരൂ. മടിച്ചു നിൽക്കണ്ട, ശങ്കിച്ചു നിൽക്കണ്ട. വരൂ, അകത്തേക്ക് വരൂ. കടന്നു വരൂ. 2 മണിക്കൂറല്ലേ? അങ്ങനെ 3 നില വീട്, വീട് നിറയെ ഫർണിച്ചർ, ഇട്ടുമൂടാനുള്ള സ്വത്ത്. ഞാൻ അടിച്ചു പൊളിക്ക് ഞാൻ. എന്റെ അമ്മേ. എന്തൊക്കെയാണാവോ? താനിതവരെ പോയില്ലേ? അല്ല, ഭാര്യ വന്നിട്ട് പോകാലോ എന്ന് കരുതി. അവര് വന്നോളൂ. അതെ ഗന്ധർവ, ഞങ്ങള് വീട്ടിൽ ചെന്ന് കഴിയുമ്പം സംഭവങ്ങളൊക്കെ റെഡി ആയിരിക്കും അല്ലേ? ഏത് സംഭവം? അല്ല, 3 നില വീട്, ഇട്ടുമൂടാനുള്ള സ്വത്ത്, ഫർണിച്ചറുകളൊക്കെ. നിനക്ക് എത്ര വയസ്സായടാ? 50 വയസ്സ്. 50 വയസ്സായിട്ട് നിന്റെ അന്ധവിശ്വാസം ഇതുവരെ മാറിയിട്ടില്ലേ? ഒരു ഗണ്ടരുവ വിശ്വാസി ഇറങ്ങിയേക്കണ്. വീടിന്റെ ഓണർമാരും എന്നെ ആ പെണ്ണും പിള്ളേം കൊണ്ട് പേം പിടാൻ നോക്ക്, തരം പിടാൻ നോക്ക്. കണക്കിന് വരം കിട്ടുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കാണ് മണ്ടൻ.